ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയം ദശകം 24 പ്രഹ്ലാദ ചരിത്രം. ഭഗവാന്റെ നരസിംഹാവതാരത്തിനു മുമ്പ് ആദ്യം ഹിരണ്യകശിപുവിൻ്റെ കഥ അവതരിപ്പിക്കുന്നു. ശ്ലോകം 1. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവഭവതാ ഹദേശോകക്രോധഗ്ലപിതധൃതിരേദസ്യ സഹജാം ഹിരണ്യപ്രാരംഭഃ കശിപുരമരാരാദിസദസി പ്രതിജ്ഞാമാദേനേ തവ കില വധാർത്ഥം മുരരിപോ. പദം പിരിക്കാം. ഹിരണ്യാക്ഷേ പോത്രി പ്രവര വപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധ ക്ലപിത ധൃതിഃ ഏതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭഃ കശിപുഃ അമര ആരാധി സദസി പ്രതിജ്ഞാം അദേനേ തവ കില വധാർത്ഥം മുരാരിഭോ. ഹേ ദേവ മുരാരിഭോ, ഭഗവാൻ മുരാന്തക പോത്രിപ്രവരവപുഷാ ഭവത. വരാഹമൂർത്തിയായി അവതരിച്ച നിന്തിരുവടിയാൽ ഹിരണ്യാക്ഷൻ നിഗ്രഹിക്കപ്പെട്ടപ്പോൾ ഏതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭഃ കശിപുഃ, ഈ ഹിരണ്യാക്ഷൻ്റെ സഹോദരനായ ഹിരണ്യ ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന കശിപു, അതായത് ഹിരണ്യകശിപു, ശോകക്രോധ ക്ലപിത ധൃതിഃ, ദുഃഖം അമർഷം എന്നിവയാൽ സന്തോഷം മിക്കവാറും നശിച്ചവനായി അമരാദി സദസി തവ വധാർത്ഥം പ്രതിജ്ഞാം ആദേന കില, നിന്തിരുവടിയെ നിഗ്രഹിക്കുമെന്ന് അസുര സദസ്സിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തുവല്ലോ. അല്ലയോ മധുരിപോ, വരാഹമൂർത്തിയായി അവതരിച്ച നിന്തിരുവടി ഹിരണ്യാക്ഷനെ കൊന്നപ്പോൾ ദുഃഖം കൊണ്ടും കോപം കൊണ്ടും ധൈര്യം നശിച്ചവനായ ഹിരണ്യകശിപു അസുര സദസ്സിൽ വെച്ച് നിന്തിരുവടിയെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുവല്ലോ. അനുജനായ ഹിരണ്യാക്ഷൻ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടതറിഞ്ഞപ്പോൾ ദേവന്മാരോടും അവരുടെ സംരക്ഷകനായ വിഷ്ണുവിനോടും തനിക്കുള്ള എതിർപ്പ് 10 ഇരട്ടിയായി വർദ്ധിച്ചു. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവഭവതാ ഹദേശോകക്രോധഗ്ലപിതധൃതിരേദസ്യ സഹജാം ഹിരണ്യപ്രാരംഭഃ കശിപുരമരാരാദിസദസി പ്രതിജ്ഞാമാദേനേ തവ കില വധാർത്ഥം മുരരിപോ. ശ്ലോകം 2. ഹിരണ്യകശിപു അഹങ്കാരം വർദ്ധിച്ച് വിഷ്ണുവിനെ നിഗ്രഹിക്കുവാൻ വൈകുണ്ഠത്തിലെത്തിച്ചേരുന്നു. വിധാതാരം ഘോരം സഖലു തപസിത്വാ ന ചിരദാ പുരഃസാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗതിഹ ഭവന്നായകമിദം പരീക്ഷുന്ദന്നിന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ. പദം പിരിക്കാം. വിധാതാരം ഘോരം സഹ ഖലു തപസിത്വാ ന ചിരതഃ പുരഃ സാക്ഷാത് കുർവൻ സുര നര മൃഗ ആദൈഃ അനിധനം വരം ലബ്ധ്വാ തൃപ്തഃ ജഗത് ഇഹ ഭവത് നായകം ഇദം പരിക്ഷുന്ദൻ ഇന്ദ്രാത് അഹരത ദിവം ത്വാം അഗണയൻ. സഹ ഖലു ഘോരം തപസ്സിത്വാ, അവനാകട്ടെ ഘോരമാവണ്ണം തപസ് ചെയ്തിട്ട് ന ചിരതഃ വിധാതാരം പുരഃ സാക്ഷാത് കുർവൻ, താമസിയാതെ ബ്രഹ്മാവിനെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി സുരനരമൃഗാദൈഃ അനിധനം വരം ലബ്ധ്വാ,
ദേവ മനുഷ്യ തിര്യക്കുകൾ നിമിത്തമുള്ള മരണമുണ്ടാകുകയില്ലെന്നുള്ള വരം വാങ്ങി തൃപ്തഃ ഇഹം ത്വാം അഹങ്കാരിയായി തീർന്നിട്ട് ലോകത്തിൽ അഗണയൻ അവിടത്തെ പോലും കണക്കാക്കാതെ ഭവൻ നായകം നിന്തിരുവടിയാകുന്ന നായകനോട് കൂടിയ ഇതം ജഗത് പരിക്ഷുന്തൻ ഈ ജഗത്തിനെ തകർത്തുകൊണ്ട് ഇന്ദ്രാത് ദിവം അഹരത ഇന്ദ്രനിൽ നിന്നും സ്വർഗം തട്ടിയെടുത്തു. വിധാതാരം ഘോരം സഖലു തപസി ത്വാന ചിരദാ പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗതിഹ ഭവൻ നായകമിതം പരിക്ഷുന്തന്നിന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ. ശ്ലോകം 3. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിപോർ ബഹിർദൃഷ്ടേരന്തർദധിതഹൃദയേ സൂക്ഷ്മവപുഷാം നദന്നുച്ചൈസ്തത്രാപ്യഖിലഭുവനാന്തേ ച മൃഗയൻ ഭിയായാദം മത്വാ സഖലു ജിതകാശീ നിവവൃതേ. പദം പിരിക്കാം. നിഹന്തും ത്വാം ഭൂയഃ തവ പദം അവാപ്തസ്യ ച റിപോഃ ബഹിഃ ദൃഷ്ടേഃ അന്തദധിത ഹൃദയേ സൂക്ഷ്മ വപുഷാ നദൻ ഉച്ചൈഃ തത്ര അഭി അഖില ഭുവന അന്തേ ച മൃഗയൻ ഭിയായാദം മത്വാ സഹ ഖലു ജിതകാശി നിവവൃതേ. ഭൂയഃ ത്വാം നിഹന്തും തവ പദം അവാപ്തസ്യ. അനന്തരം നിന്തിരുവടിയെ നിഗ്രഹിക്കുവാൻ അങ്ങയുടെ സ്ഥാനത്തിൽ അതായത് വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന റിപോഹോ ശത്രുവിൻ്റെ ഹൃദയെ സൂക്ഷ്മവപുഷ ബഹിർദൃഷ്ടേഃ അന്തർദധിത ച ശത്രുവിൻ്റെ ഹൃദയത്തിൽ അണുസ്വരൂപനായിട്ട് മാംസചക്ഷുസിൽ നിന്നും അന്തർധാനം ചെയ്തു. അതായത് പുറം കണ്ണുകൊണ്ട് കാണുവാൻ പറ്റാത്ത വിധത്തിൽ സൂക്ഷ്മരൂപത്തിൽ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. സഹ ഖലു ഭിയാ യാദം മത്വാ അവനാകട്ടെ അവിടുന്ന് ഭയപ്പെട്ടോടിപ്പോയി എന്ന് വിചാരിച്ച് ഉച്ചൈഹി നദൻ തത്ര അഭി അഖില ഭുവനാന്തേ ച മൃഗയൻ. ഉച്ചൈഹി നദൻ ഉറക്കെ ഗർജിച്ചുകൊണ്ട് അഖില ഭുവനാന്തേ ച മൃഗയൻ വൈകുണ്ഠത്തിലും മറ്റ് എല്ലാ ലോകങ്ങളിലും അന്വേഷിച്ച് കാണാതെ ജിതകാശി നിവവൃതേ വിജയാഭിമാനിയായി മടങ്ങിപ്പോന്നു. ഹിരണ്യകശിപു അഹങ്കാരം വർദ്ധിച്ച് വിഷ്ണുവിനെ നിഗ്രഹിക്കുവാൻ വൈകുണ്ഠത്തിലേക്ക് ചെല്ലുന്നു. പിന്നെ നിന്തിരുവടിയെ നിഗ്രഹിക്കുന്നതിനായി വൈകുണ്ഠത്തിലെത്തിയ ജ്ഞാനശൂന്യനായ ഈ ശത്രുവിൻ്റെ ഹൃദയത്തിൽ നിന്തിരുവടി സൂക്ഷ്മ ശരീരനായി മറഞ്ഞു. അവനാകട്ടെ അട്ടഹസിച്ചുകൊണ്ട് അവിടെയും മറ്റു ലോകങ്ങളിലും അന്വേഷിച്ചിട്ട് നിന്തിരുവടിയെ കണ്ടുകിട്ടാഞ്ഞ് ഭയപ്പെട്ട് ഒളിഞ്ഞിരിക്കുകയാണെന്ന് വിചാരിച്ച് ജയം കിട്ടിയെന്നുള്ള അഭിമാനത്തോടു കൂടി തിരിച്ചു പോന്നു. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിപോർ ബഹിർദൃഷ്ടേരന്തർദധിതഹൃദയേ സൂക്ഷ്മവപുഷാം നദന്നുച്ചൈസ്തത്രാപ്യഖിലഭുവനാന്തേ ച മൃഗയൻ ഭിയായാദം മത്വാ സഖലു ജിതകാശീ നിവവൃതേ. ശ്ലോകം 4. ഭഗവാൻ സൂക്ഷ്മരൂപത്തിൽ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചതുകൊണ്ട് മഹാഭക്തനായ പുത്രൻ ജനിച്ചു. തദോസ്യ പ്രഹ്ലാദഃ സമജനിസുതോ ഗർഭവസതൗ മുനേർവീണാ
പാണേരധിഗത ഭവദ്ഭക്തിമഹിമാ स वै जात्या दैत्य शिशुरपि समेत्य त्वयिरतिं गतस्त्वद्भक्तानां वरद परमोदाहरणताम्. പദം പിരിക്കാം. തതഃ അസ്യ പ്രഹ്ലാദഃ സമജനി സുതഃ ഗർഭവസതൗ മുനേഃ വീണാ പാണേഃ അധിഗത ഭവത് ഭക്തി മഹിമാ സഹ വൈ ജാത്യാ ദൈത്യഃ ശിശുഃ അഭി സമേത്യ ത്വയി രതിം ഗതഃ ത്വത് ഭക്താനാം വരദ പരമ ഉദാഹരണതാം. ഹേ വരദ, അല്ലയോ അഭിഷ്ടദാതാവേ, തതഃ അസ്യ, കുറച്ചു കാലത്തിന് ശേഷം ഈ ഹിരണ്യകശിപുവിന് ഗർഭവസതൗ വീണാപാണേഃ മുനേഃ അധിഗത ഭവദ്ഭക്തി മഹിമാ. വീണാപാണേഃ മുനേഃ അധിഗത ഭവദ്ഭക്തി മഹിമാ. ഗർഭത്തിലിരിക്കെ തന്നെ വീണാപാണിയായ മഹർഷിയിൽ നിന്ന്, അതായത് നാരദനിൽ നിന്നും നിൻ തിരുവടിയിലുള്ള ഭക്തിയുടെ മാഹാത്മ്യം നല്ലവണ്ണം മനസ്സിലാക്കിയ പ്രഹ്ലാദഃ സുതഃ സമജനി, പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു. സഹ വൈ ജാത്യാ ദൈത്യഃ ശിശുഃ അഭി, അവനാകട്ടെ പ്രകൃത്യ അസുരനും ബാലനുമാണെങ്കിലും ത്വയി രതിം സമേത്യ ത്വദ്ഭക്താനാം പരമോദാഹരണതാം ഗതഃ, ത്വയി രതിം സമേത്യ, നിന്തിരുവടിയിൽ ഭക്തി നേടിയിട്ട് ത്വദ്ഭക്താനാം പരമോദാഹരണതാം ഗതഃ, അവിടുത്തെ ഭക്തന്മാർക്ക് മുഖ്യ മാതൃകയായി തീരുക എന്ന സ്ഥിതിയെ പ്രാപിച്ചു. അനന്തരം ഹിരണ്യകശിപുവിന് ഒരു പുത്രൻ ജനിച്ചു. അവൻ അമ്മയുടെ ഉദരത്തിൽ വളർന്നു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രീ നാരദനിൽ നിന്നും നിൻ തിരുവടിയിലുള്ള ഭക്തിയുടെ മാഹാത്മ്യത്തെ മനസ്സിലാക്കിയിട്ടുള്ള പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു. അവൻ ജന്മന അസുരനാണെങ്കിലും ശിശുവാണെങ്കിലും നിൻ തിരുവടിയിലുള്ള ശക്തി ഭക്തി ലഭിച്ചതിനാൽ പരമഭാഗവതന്മാർക്ക് ഉത്തമ ഉദാഹരണമായി തീർന്നു. ഹിരണ്യകശിപു തപസ് ചെയ്യുവാൻ വേണ്ടി മന്ദരാദ്രിയിൽ പോയപ്പോൾ ദേവന്മാർ അസുരന്മാരെ തോൽപ്പിച്ചു. ഇന്ദ്രൻ ഗർഭിണിയായ കയാതുവിനെ, അതായത് പ്രഹ്ലാദ മാതാവിനെ പിടിച്ചു കൊണ്ടുപോവുകയുണ്ടായി. മാർഗം മധ്യേ ശ്രീ നാരദ മഹർഷി അത് കണ്ടെത്തി അവളെ മോചിപ്പിച്ചു തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗർഭസ്ഥനായ പ്രഹ്ലാദനെ ഉദ്ദേശിച്ച് അവർക്ക് ഭക്തിജ്ഞാന മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ട് ഗർഭസ്ഥനായിരിക്കെ തന്നെ പ്രഹ്ലാദന് ഭക്തിമാഹാത്മ്യം ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. തതോസ്യ പ്രഹ്ലാദഃ സമജനിസുതോ ഗർഭവസതൗ മുനേർവീണാപാണേരധിഗത ഭവദ്ഭക്തിമഹിമാ स वै जात्या दैत्य शिशुरपि समेत्य त्वयिरतिं गतस्त्वद्भक्तानां वरद परमोदाहरणताम्. ശ്ലോകം 5 പ്രഹ്ലാദന്റെ ഭക്തിദാർഢ്യം കാണിക്കുന്നു. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസൗ ഇദമിദമഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണഭക്തൈവ വവൃധേ. പദം പിരിക്കാം. സുരാരീണാം ഹാസ്യം തവ ചരണ ദാസ്യം നിജസുതേ സഹ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിഃ അശിശിക്ഷത് ചിരം അമും ഗുരു പ്രോക്തം ച അസൗ ഇദം അഭദ്രായ ദൃഢം ഇതി അപാകുർവൻ സർവം തവ ചരണ ഭക്തിയാ ഏവ വവൃധേ. ദുഷ്ടാത്മാ സഹ
സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം. ദുഷ്ടഹൃദയനായ ഹിരണ്യകശിപു അസുരന്മാർക്ക് പരിഹാസ്യമായ നിൻ തിരുവടിയോടുള്ള ദാസഭാവം നിജസുതേ ദൃഷ്ടുവ തൻ്റെ മകനായ പ്രഹ്ലാദനിൽ കണ്ട് അമും ചിരം ഗുരുഭിഹി ആശിഷിക്ഷത് ഇവനെ വളരെ ദിവസം ഗുരുക്കന്മാരെ കൊണ്ട് പഠിപ്പിച്ചു. അസൗച്ച ഇവനാകട്ടെ ഗുരുപ്രോക്തം സർവം ഗുരുക്കന്മാർ പഠിപ്പിച്ചത് മുഴുവനും ഇതം അഭദ്രായ ദൃഢം ഇത് തിന്മയ്ക്കുള്ളതാണ് നിശ്ചയം. ഇതം അഭദ്രായ ദൃഢം ഇത് തിന്മയ്ക്കുള്ളതാണ് തീർച്ച. ഇത് അപാകുർവൻ എന്ന് തള്ളിക്കളഞ്ഞിട്ട് തവ ചരണഭക്തിയ ഏവ വവൃതേ അങ്ങയുടെ തൃപ്പാദഭക്തിയോടുകൂടി തന്നെ വളർന്നു വന്നു. അസുരന്മാർക്ക് കുറച്ചിലായ നിന്തിരുവടിയുടെ ദാസൻ എന്നുള്ള അവസ്ഥ തൻ്റെ പുത്രനിൽ കണ്ട് ദുഷ്ടാത്മാവായ ഹിരണ്യകശിപു ഇവനെ ഗുരുക്കന്മാരെ കൊണ്ട് വളരെ കാലം വിദ്യകൾ അഭ്യസിപ്പിച്ചു. ഈ കുട്ടിയാകട്ടെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ഇന്നത് ഇന്നത് നല്ലതിനുള്ളതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ട് നിന്തിരുവടിയുടെ പാദപത്മങ്ങളിൽ ഭക്തിയോടുകൂടി തന്നെ വളർന്നു വന്നു. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസൗ ഇദമിദമഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃധേ. ശ്ലോകം 6. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേധ തനയേ ഭവദ്ഭക്തിം വര്യാം അഭിഗദതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വ്യതനുദ ഭവത്പാദശരണേ. പദം പിരിക്കാം. അധീതേഷു ശ്രേഷ്ഠം കിം ഇതി പരിപൃഷ്ടേ അത തനയേ ഭവത് ഭക്തിം വര്യാം അഭിഗദതി പര്യാകുല ധൃതിഃ ഗുരുഭ്യഃ രോഷിത്വാ സഹജ മതിഃ അസ്യ ഇതി അഭിവിന്ദൻ വദ ഉപായാൻ അസ്മിൻ വ്യതനുത ഭവത് പാദശരണേ. അധീതേഷു ശ്രേഷ്ഠം കിം പഠിച്ചവയിൽ വെച്ച് ഏതാണ് ഉത്തമം? ഇതി പരിപൃഷ്ടേ എന്ന് ചോദിച്ചപ്പോൾ തനയെ ഭവത് ഭക്തിം വര്യാം അഭിഗദതി അത ഭഗവത് ഭക്തിയാണ് ഉത്തമം എന്ന് നേരിട്ട് പറഞ്ഞു. അപ്പോൾ സഹ പര്യാകുലധൃതി ഹിരണ്യകശിപു സന്തോഷം നശിച്ചവനായി ഗുരുഭ്യോഹോ രോഷിത്വ ഗുരുക്കന്മാരുടെ നേരെ കോപിച്ചു. പിന്നീട് അസ്യ സഹജമതിഹി ഇത് ഇവൻ്റെ സ്വാഭാവിക ബുദ്ധിയാണ്. ഇതി അഭിവിദൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഭവത് പാദശരണേ അസ്മിൻ വധോഭായൻ വ്യധനുത അവിടുത്തെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ച ഇവൻ്റെ നേരെ കൊല്ലുവാനുള്ള മാർഗങ്ങൾ പ്രയോഗിച്ചു. പിന്നെ ഒരു ദിവസം ഹിരണ്യകശിപു പുത്രനെ വിളിച്ച് നീ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചതിന് നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തിയാണ് എന്നുള്ള ഉത്തരം പറഞ്ഞു കേട്ടിട്ട് മനസ്സ് കലങ്ങി പുത്രനെ പഠിപ്പിച്ച ഗുരുക്കന്മാരോട് കോപിക്കുകയും അവരിൽ നിന്ന് ഇത് ഇവൻ്റെ സ്വാഭാവിക മനോഗതിയാണെന്നറിഞ്ഞിട്ട്, അതായത് പിറവി ഗുണമാണെന്നറിഞ്ഞിട്ട് നിന്തിരുവടിയുടെ പാദപത്മങ്ങളെ തന്നെ ശരണമായി വിചാരിച്ചിരുന്ന ഈ ബാലനെ വധിക്കുന്നതിനുള്ള പല പല ഉപായങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തു. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേധ തനയേ ഭവദ്ഭക്തിം വര്യാം അഭിഗദതി പര്യാകുലധൃതി
ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വ്യതനുദ ഭവത്പാദശരണേ. ശ്ലോകം 7. സശൂലൈരാവിദ്ധഃ സുബഹുമധിതോ ദിഗ്ഗജഗണൈർ മഹാസർപ്പൈർദഷ്ടോപ്യനശനകരാഹാരവിദുതാം ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹഃ പരമാത്മന്നയി വിഭോ ത്വയിന്യസ്താത്മത്വാത് കിമപി ന നിപീഡാമഭജത. പദം പിരിക്കാം. സഹ ശൂലേഹി ആവിദ്ധഃ സുബഹു മഥിതഃ ദിഗ്ഗജ ഗണൈഃ മഹാസർപ്പൈഃ ദഷ്ടഃ അഭി അനശന ഘര ആഹാര വിദുതഃ ഗിരീന്ദ്രം അക്ഷിപ്തഃ അഭി അഹഃ പരമാത്മൻ അയി വിഭോ ത്വയി ന്യസ്ത ആത്മത്വാത് കിം അഭി ന നിപീഡാം അഭജത. അയി വിഭോ പരമാത്മൻ, ഹേ സർവശക്ത പരബ്രഹ്മമൂർത്തെ, സഹ സുബഹു ശൂലേഹി അവിദ്ധഃ അഭി. പ്രഹ്ലാദൻ പല പ്രാവശ്യവും ശൂലങ്ങളാൽ പിളർക്കപ്പെട്ടവനായിട്ടും ദിഗ്ഗജഗണൈഹി മഥിതഃ അഭി, വലിയ ആനകളെ കൊണ്ട് ചവിട്ടി അരയ്ക്കപ്പെട്ടിട്ടും മഹാസർപ്പൈഹി ദഷ്ടഃ അഭി, കൊടും പാമ്പുകളാൽ കടിപ്പിക്കപ്പെട്ടിട്ടും അനശന ഘരാഹാരവിദുതഃ അഭി, ഭക്ഷണം കൊടുക്കാതെയും വിഷാന്നം കൊടുത്തും ഉപദ്രവിക്കപ്പെട്ടിട്ടും ഗിരീന്ദ്രവ് അക്ഷിപ്തഃ അഭി, വൻ കുന്നുകളുടെ മീതെ നിന്നും കീഴോട്ട് തള്ളിയിടപ്പെട്ടിട്ടും ത്വയി ന്യസ്താത്മത്വാത് നിപീഡാം കിമപി ന അഭജത അഹഹ, നിന്തിരുവടിയിൽ ആത്മാർപ്പണം ചെയ്തവനായതുകൊണ്ട് പീഡയെ തെല്ലും അനുഭവിക്കുകയുണ്ടായില്ല. ആശ്ചര്യം. സശൂലൈരാവിദ്ധഃ സുബഹുമഥിതോ ദിഗ്ഗജഗണൈർ മഹാസർപ്പൈർദഷ്ടോപ്യനശനകരാഹാരവിദുതാം ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹഃ പരമാത്മന്നയി വിഭോ ത്വയിന്യസ്താത്മത്വാത് കിമപി ന നിപീഡാമഭജത. ശ്ലോകം 8. തദാ ശങ്കാവിഷ്ടഃ സ പുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണപാശൈസ്തമരുണത് ഗുരോശ്ചാസാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേസ്തത്വം പരമമഭിവിജ്ഞാനമശിഷത്. പദം പിരിക്കാം. തതഃ ശങ്ക ആവിഷ്ടഃ സഹ പുനഃ അതിദുഷ്ടഃ അസ്യ ജനകഃ ഗുരുക്ത്വാ തദ് ഗേഹേ കില വരുണ പാശൈഃ തം അരുണത് ഗുരോഃ ച അസാന്നിധ്യേ സഹ പുനഃ അനുഗാൻ ദൈത്യതനയാൻ ഭവത് ഭക്തേഃ തത്വം പരമം അഭിവിജ്ഞാനം അശിഷത്. അതിദുഷ്ടഃ സഹ അസ്യ ജനകഃ തതഃ ശങ്കാവിഷ്ടഃ. അതിദുഷ്ടനും ഇവൻ്റെ അച്ഛനുമായ ഹിരണ്യകശിപു അതുകൊണ്ട് ശങ്കിതനായിട്ട്, അതായത് വധ ഉപായങ്ങളെല്ലാം വിഫലമായതിനാൽ പുനഃ ഗുരുക്ത്വാ തദ് ഗേഹേ വരുണപാശൈഃ തം അരുണത് കില. പിന്നീട് ഗുരുവചനമനുസരിച്ച് ഗുരു ഉപദേശത്താൽ ഗുരുഗൃഹത്തിൽ വരുണപാശങ്ങളെ കൊണ്ട് അവനെ ബന്ധിച്ചുവല്ലോ. സഹ ച ഗുരോഹോ അസാന്നിധ്യേ. പ്രഹ്ലാദനാകട്ടെ ഗുരുവിൻ്റെ സാന്നിധ്യമില്ലാത്ത സമയത്ത് അനുഗാൻ ദൈത്യതനയാൻ പുനഃ ഭവദ്ഭക്തേഃ
തത്വം പരമം വിജ്ഞാനം അഭി അശിഷത്. കൂട്ടുകാരായ അസുരബാലന്മാരോട് വീണ്ടും നിന്തിരുവടിയിലുള്ള ഭക്തിയുടെ തത്വവും ഉത്കൃഷ്ടമായ മോക്ഷ ഉപായങ്ങളും ജ്ഞാനവും ഉപദേശിച്ചു. അനന്തരം ഇവൻ നമുക്ക് വരും കാലത്തിൽ ശത്രുവായി വന്നേക്കാൻ ഇടയുണ്ടെന്നുള്ള സംശയം കാരണം ഏറ്റവും ദുഷ്ടനായ അവൻ്റെ പിതാവ് ഗുരുവിൻ്റെ വാക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ, അതായത് ഗുരുവിൻ്റെ ഗൃഹത്തിൽ തന്നെ ആ ബാലനെ വരുണപാസം കൊണ്ട് കെട്ടിയിട്ടു. അവിടെ ഗുരു ഇല്ലാതിരുന്ന അവസരത്തിൽ പ്രഹ്ലാദൻ കൂട്ടുകാരായ അസുരബാലന്മാർക്ക് നിന്തിരുവടിയിലുള്ള ഭക്തിയുടെ സ്വരൂപത്തെയും അതിൻ്റെ മാഹാത്മ്യത്തെയും ബ്രഹ്മജ്ഞാനത്തെയും ഉപദേശിച്ചു. ഈ ഉപദേശം ഭാഗവതം 7-ാം സ്കന്ധം 6-7 അധ്യായങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. തദാ ശങ്കാവിഷ്ടഃ സ പുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണപാശൈസ്തമരുണത് ഗുരോശ്ചാസാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേസ്തത്വം പരമമഭിവിജ്ഞാനമശിഷത്. ശ്ലോകം 9. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വത്സ്തുതിപരം വൃഷാന്ധപ്രാഹൈനം കുലഹതകസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ച ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. പദം പിരിക്കാം. പിതാ ശൃണ്വൻ ബാല പ്രഖരം അഖിലം ത്വത് സ്തുതി പരം രുഷാ അന്തഃ പ്രാഹ ഏനം കുല ഹതക കഹ തേ ഫലം ഇതി ഫലം മേ വൈകുണ്ഠഃ തവ ച ജഗതാം ച അഭി സഹ ഫലം സഹ ഏവ ത്രൈലോക്യം സകലം ഇതി ധീരഃ അയം അഗതീത്. പിതാ ബാലപ്രഖരം അഖിലം ത്വസ്തുതിപരം ശൃണ്വൻ. അച്ഛനായി ഹിരണ്യകശിപു അസുരബാല സമൂഹം മുഴുവനും നിന്തിരുവടിയെ സ്തുതിക്കുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കുന്നതായി കേട്ടിട്ട് ഋഷാ അന്തഃ ഏനം കുലകഥഃ കഹ തേ ഫലം ഇതി പ്രാഹ. കോപം കൊണ്ട് കൃത്യാകൃത്യമൂഢനായി പ്രഹ്ലാദനോട് കുലദ്രോഹി ആരാണ് നിന്റെ ഫലം എന്ന് ചോദിച്ചു. ധീരഃ അയം മേ ഫലം വൈകുണ്ഠഃ. ബുദ്ധിമാനും നിർഭയനുമായ പ്രഹ്ലാദൻ സാക്ഷാത് മഹാവിഷ്ണുവാണ് എൻ്റെ ഫലം. തവച്ച ജഗതാം ച അഭി ഫലം സഹ. അങ്ങയുടെയും ലോകങ്ങളുടെയും ഫലം അവനാകുന്നു, അതായത് മഹാവിഷ്ണുവാകുന്നു. ത്രൈലോക്യം സഹ ഏവ ഇതി സകലം അഗതീത്. 3 ലോകവും നിന്തിരുവടി തന്നെ എന്നിങ്ങനെ തുറന്നു പറഞ്ഞു. പിതാവായ ഹിരണ്യകശിപു ബാലന്മാരെല്ലാം നിന്തിരുവടിയെ സ്തുതിക്കുന്നത് തൽപരന്മാരായിരിക്കുന്നത് കണ്ട് കോപാന്തനായിട്ട് അവനോട്, എടാ പിഴച്ചവനെ, നീ ആരുടെ ബലം കൊണ്ടാണ് എന്നെ ഇങ്ങനെ ധിക്കരിക്കുന്നത് എന്ന് ചോദിച്ചു. ധൈര്യശാലിയായ ബാലനാകട്ടെ, എനിക്ക് വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഫലം. അങ്ങേക്കും ഈ ലോകത്തിനും ഫലം അദ്ദേഹം തന്നെ, ത്രൈലോക്യം മുഴുവനും അദ്ദേഹം തന്നെയാണ് എന്നുത്തരം പറഞ്ഞു. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വത്സ്തുതിപരം വൃഷാന്ധപ്രാഹൈനം കുലഹതകസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ച ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. ശ്ലോകം 10. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി
പ്രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളോ ദിദിസുതാം അധഃ പശ്ചാദ് വിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. പദം പിരിക്കാം. അരേ ക്വാ അസൗ സകല ജഗത് ആത്മാ ഹരിഹി ഇതി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിത കരവാളഃ ദിദിസുതഃ അധഃ പശ്ചാത് വിഷ്ണോ നഹി വദിതും ഈശഃ അസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയ മാം. ദിദിസുതഃ ചലിത കരവാളഃ. അസുരനായ ഹിരണ്യകശിപു വാളിളക്കി. അസൗ സകല ജഗദാത്മാ, സകല ജഗത് സ്വരൂപനായ ഹരിഹി ക്വാ, വിഷ്ണു എവിടെ? അരെ അസൗ ക്വാ, എടാ അവൻ എവിടെ? ഇതി സ്തംഭം പ്രഭിന്ദേ സ്മ എന്ന് പറഞ്ഞ് തൂണ് പിളറുമാറ് ഒരു ഇടിവെച്ച് കൊടുത്തു. വിഷ്ണു അധഃ പശ്ചാത്, ഹേ സർവവ്യാപിൻ, ഇതിനപ്പുറം ഉണ്ടായത്. സഹസാ വദിതും നഹി ഈശാഹ അസ്മി, പെട്ടെന്ന് പറയുവാൻ ഞാൻ ശക്തനല്ല. കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മാം മൃഡയ. കൃപാത്മനും വിശ്വാത്മനുമായ ശ്രീ ഗുരുവായൂരപ്പ, കൃപാമയനും വിശ്വമയനുമായ ശ്രീ ഗുരുവായൂരപ്പ, എന്നെ ആനന്ദിപ്പിക്കണമേ. എടാ, നിന്റെ സർവലോക സ്വരൂപനായ വിഷ്ണു എവിടെ എവിടെ എന്ന് ചോദിച്ച് വാളുമിളക്കിക്കൊണ്ട് ഹിരണ്യകശിപു സ്തംഭത്തെ വെട്ടിപ്പിളർന്നു. അല്ലയോ ഭഗവാനെ, പിന്നെ ഉണ്ടായ കോലാഹലം പറയുവാൻ എനിക്ക് ശക്തിയില്ല. കൃപാനിധിയും വിശ്വാസരൂപനുമായ ഗുരുവായൂരപ്പ, എന്നെ വേഗത്തിൽ സുഖപ്പെടുത്തണമേ. ക്വാസൗ എന്ന ആവർത്തനം ഹിരണ്യകശിപുവിൻ്റെ കോപാവേശത്തെ കാണിക്കുന്നു. ഹിരണ്യകശിപു വാളിളക്കിയത് പ്രഹ്ലാദൻ്റെ കഴുത്ത് വെട്ടാനാണ്. വിഷ്ണു സർവവ്യാപിയാണെങ്കിൽ ഈ തൂണിലുമുണ്ടോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മുഷ്ടി കൊണ്ട് തൂണിലിടിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായ ഭീകര ശബ്ദവും ഭീകര രൂപ ആവിർഭാവവും ഭക്തിമയ ഭാവനയിൽ സാക്ഷാത്കരിച്ച കവിയുടെ ഭാവനയിൽ ആത്മീയ ഭാവം ഏറ്റവും മനോഹരമായി ഭട്ടതിരി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒന്നും തന്നെ ഉടൻ പറയുവാൻ സാധിക്കാതെ, അതിനെ വിവരിക്കുവാൻ ശക്തിയില്ലാതെ ദശകത്തെ ഇവിടെ അവസാനിപ്പിച്ചു. പിന്നീടുണ്ടായ സംഭവങ്ങളെ അടുത്ത ദശകത്തിൽ വിവരിക്കുന്നു. അരേ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളോ ദിദിസുതാം അധഃ പശ്ചാദ് വിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. നരസിംഹാവതാര കഥ ഭാഗവതം 7-ാം സ്കന്ധം 2-ാം അധ്യായം മുതൽ 10-ാം അധ്യായം 50 ശ്ലോകങ്ങൾ വരെയുള്ള ഭാഗത്തിലാണ് ശ്രീമദ് ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ളത്. അത് ഇവിടെ 2 ദശകം കൊണ്ട് സംഗ്രഹിച്ചിരിക്കുന്നു. നാരായണീയ പാരായണം ദശകം 24. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവഭവതാ ഹതേശോകക്രോധഗ്ലപിതധൃതിരേതസ്യ സഹജാ ഹിരണ്യപ്രാരംഭഃ കശിപുരമരാരാദിസദസി പ്രതിജ്ഞാമാദേനേ തവ കില വധാർത്ഥം മുരരിപോ വിധാതാരം ഘോരം സഖലു തപസി ത്വാനച്ചിരതാം പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം
വരം ലബ്ധ്വാ തൃപ്തോ ജഗതിഹ ഭവന്നായകമിദം പരീക്ഷുന്ദന്നിന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിപോർ ബഹിർദൃഷ്ടേരന്തർദധിതഹൃദയേ സൂക്ഷ്മവപുഷാം നദന്നുച്ചൈസ്തത്രാപ്യഖിലഭുവനാന്തേ ച മൃഗയൻ ഭിയായാദം മത്വാ സ ഖലു ജിതകാശീ നിവവൃതേ യദോസ്യ പ്രഹ്ലാദ സമജനിസുതോ ഗർഭവസദൗ മുനേർവീണാപാണേർ അധിഗത ഭവദ്ഭക്തിമഹിമാം स वै जात्या दैत्यः शिशुरभिसमेत्य त्वयिरतिं गदस्त्वद्भक्तानां वरद परमोदाहरणदां सुरारीणां हास्यं तव चरणदास्यं निजसुदे स दृष्ट्वा दुष्टात्मा गुरुभिरशिशिक्षच्चिरममुं गुरुप्रोक्तं चासौ इदमिदमभद्राय दृढमिति अपाकुर्वन् सर्वं तव चरणभक्त्यैव ववृथे अधीतेषु श्रेष्ठं किमिति परिपृष्टेऽथ तनये भवद्भक्तिं वर्यामभिगदति पर्याकुलधृदी गुरुभ्यो रोषित्वा सहजमतिरस्येत्यभिविदन् वधोपायानस्मिन् व्यतनुद भवत्पादशरणे सशूलैराविद्धः सुबहुमथितो दिग्गजगणैर्महासर्पैर्दष्टोऽप्यनशनगराहारविदुदां गिरीन्द्रावक्षिप्तोऽप्यहः परमात्मन्नयि विभो त्वयि न्यस्तात्मत्वात् किमपि न निपीडामभजदां ततः शङ्काविष्टः स पुनरतिदुष्टोऽस्य जनगो गुरुक्त्या तद्गेहे किल वरुणपाशैस्तमरुणात् गुरोश्चासान्निध्ये स पुनरनुगान् दैत्यतनयान् भवद्भक्तेस्तत्त्वं परममपि विज्ञानमशिषत् पिता शृण्वन् बालप्रकरमखिलं त्वत्स्तुतिपरं रुषान्धप्राहैनं कुलहतकस्ते बलमिति बलं मे वैकुण्ठ स्तव च जगदां चापि सबलं स एव त्रैलोक्यं सकलमिति धीरोऽयमगदीत् अरे क्वासौ सकलजगदात्मा हरिरिति प्रभिन्दे स्म स्तम्भं चलितकरवाळो दिदिसुधा अतः पश्चाद्विष्णो न हि वदितुमीशोऽस्मि सहसा कृपात्मन् विश्वात्मन् पवनपुरवासिन् मृडय माम् സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.